പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 9 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് റോബർട്ട് പ്രവെസ്റ്റോ, ആദ്യത്തെ അമേരിക്കൻ പോപ്പ്. മിക്കവാറും എല്ലാവർക്കും വളരെയധികം ആകാംക്ഷയുള്ള ഒരു വാർത്തയായിരിക്കാം. അതായത് ആരായിരിക്കും അടുത്ത പോപ്പ് എന്ന്. റോബർട്ട് പ്രവെസ്റ്റോ ആണ് അടുത്ത പോപ്പ്. ദ ഫസ്റ്റ് അമേരിക്കൻ പോപ്പ് ആണ് അദ്ദേഹം. അതേപോലെ സ്പോർട്സ് വാർത്തയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അനൗൺസ് ചെയ്തു, അതായത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം വിരമിക്കുന്ന കാര്യം. കൂടാതെ സാഫ് അണ്ടർ-19 ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. 12ാമത്തെ ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് ഇതും ആരംഭിച്ചു. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് റോബർട്ട് പ്രവോസ്റ്റ് ദ ഫസ്റ്റ് അമേരിക്കൻ പോപ്പ്. റോബർട്ട് പ്രവോസ്റ്റ് ആദ്യത്തെ അമേരിക്കൻ പോപ്പ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2000 വർഷത്തെ കാത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ അമേരിക്കൻ പോപ്പ് ആരായിരിക്കും? കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ്. അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു പോപ്പ് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ്. കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് ഏത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്? പോപ്പ് ലിയോ 14. പോപ്പ് ലിയോ 14 എന്ന പേരിലായിരിക്കുള്ളൂ കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് അറിയപ്പെടുക. ദ ഫസ്റ്റ് അമേരിക്കൻ പോപ്പ് ഇൻ ദി 2000 ഇയേഴ്സ് ഹിസ്റ്ററി. കാത്തോലിക്ക സഭയെ നയിക്കുന്ന 267ാമത്തെ പോപ്പ് ആരായിരിക്കും? പോപ്പ് ലിയോ 14. ഇപ്പോഴത്തെ പോപ്പ് ആണ്. 267ാമത്തെ പോപ്പ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പോപ്പ് ലിയോ 14 എന്നറിയപ്പെടുന്ന കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് ആണ് 267ാമത്തെ പോപ്പ്. ഏത് ചാപ്പലിൻ്റെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഒഴുകുന്നത് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കുന്നു? സിസ്റ്റൈൻ ചാപ്പൽ ചിമ്മിനി. സിസ്റ്റൈൻ ചാപ്പൽ ചിമ്മിനി, അതിൽ നിന്ന് വരുന്ന പുക, ആ പുക സൂചിപ്പിക്കുന്നത്, അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത കാര്യത്തിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്, ഒരു സൂചനയാണ്. ഈ ഒരു സൂചനയിലൂടെയാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്ന കാര്യം ലോകമറിയുന്നത്. സിസ്റ്റൈൻ ചാപ്പൽ ചിമ്മിനി ആണ്. ആ ചിമ്മിനിയിൽ നിന്ന് വരുന്ന പുകയാണ് ദി ഇൻഡിക്കേഷൻ. കൂടാതെ മറ്റൊരു ഇൻഡിക്കേഷൻ കൂടിയുണ്ട്. എന്താണത്? ഏത് ബസീലിക്കയുടെ വലിയ മണികളും സിസ്റ്റൈൻ ചാപ്പൽ ചിമ്മിനിയിൽ നിന്നുള്ള പുകയും മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കുന്നു? സെന്റ് പീറ്റേഴ്സ് ബാസിലിക്ക. സെന്റ് പീറ്റേഴ്സ് ബാസിലിക്കയിലെ ആ ഒരു ഗ്രേറ്റ് ബെൽസ്, വലിയ മണികളും ആ മണികളുടെ മുഴക്കവും, ഒപ്പം തന്നെ സിസ്റ്റൈൻ ചാപ്പൽ ചിമ്മിനി, അതിൽ നിന്ന് വരുന്ന പുകയും, ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത കാര്യം സൂചിപ്പിക്കുന്നത്. ഇതനുസരിച്ച് 267ാമത്തെ പോപ്പ് ആണ് പോപ്പ് ലിയോ 14. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ്. ഏതാണ്ട് 2000 വർഷത്തിന് ശേഷമാണ് കാത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ അമേരിക്കൻ പോപ്പ് ആകുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് അർണാല ദ ഫസ്റ്റ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ്. അർണാല ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ്. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്ത്യൻ നേവിക്ക് കിട്ടിയിട്ടുള്ള അടുത്തൊരു കപ്പലാണ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് അർണാല. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 8 ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ 8 ASW SWC ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ്, ആദ്യത്തേതിൻ്റെ പേര് അർണാല. അതായത് 8 ഇത്തരത്തിലുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡറിലെ ആദ്യത്തെ കപ്പൽ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ്. ഇതിൻ്റെ ആദ്യത്തെ കപ്പൽ കമ്മീഷൻ ചെയ്തു. ഇന്നലെയായിരുന്നു ആ കമ്മീഷൻ. അതിൻ്റെ പേരാണ് അർണാല എന്നാണ് പേര്. അതായത് സബ്മറൈൻസിനെ നശിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഏരിയയിലെ, കോസ്റ്റൽ ഏരിയയിലെ കൃത്യമായിട്ടുള്ള ആ ഒരു നിരീക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കപ്പലാണ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ്. ഇതാണ് ഇപ്പോൾ ഇന്നലെ ഇന്ത്യൻ നേവിക്ക് കൈമാറിയിട്ടുള്ളത്. 8 ASW SWകളിൽ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ആദ്യത്തേതായ അർണാല നിർമ്മിച്ചത് ഏത് ഷിപ്പിംഗ് കമ്പനിയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏത് കമ്പനിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു അർണാല എന്ന് പറയുന്ന ഈ ഒരു ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്? ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ്. ഇന്ന് കൊൽക്കത്തയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പോലെ തന്നെ
മെസഗോൺ ഡോക്ക് ബിൽഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള കൊൽക്കട്ടയിലെ ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. ഈ ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് അർണാല എന്ന ആദ്യത്തെ കപ്പൽ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഏത് ചരിത്രപ്രസിദ്ധമായ കോട്ടയുടെ പേരിലാണ് ആഴമില്ലാത്ത വാട്ടർ ക്രാഫ്റ്റ് അർണാല അറിയപ്പെടുന്നത്? ഫോർട്ട് അർണാല, വസായ്, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ വസായിലുള്ള ഒരു കോട്ട, ആ കോട്ടയാണ് അർണാല. ആ ഒരു കോട്ടയുടെ പേരാണ് ഈ ഒരു കപ്പലിന് നൽകിയിട്ടുള്ളത്. അതായത് അർണാല എന്ന കപ്പൽ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്, ഇതൊരു കോട്ടയുടെ പേരാണ്. അർണാല എന്ന പേരുള്ള മഹാരാഷ്ട്രയിലെ വസായിലുള്ള ഒരു കോട്ടയാണ്. ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് അർണാല നിർമ്മിക്കാൻ GRSCയുമായി പങ്കാളിത്തത്തിൽ ഏതാണ് സ്വകാര്യ ഷിപ്പിംഗ് കമ്പനി? എലാൻഡ് ഷിപ്പ്യാർഡ്. ഇതൊരു പ്രൈവറ്റ് ഗവൺമെന്റ് പാർട്ട്ണർഷിപ്പിൽ നിർമ്മിച്ചിട്ടുള്ള കപ്പലാണ് അർണാല എന്ന കപ്പൽ. ഇതൊരു ആന്റി സബ്മറൈൻ വാർഫെയർ കപ്പൽ. ഈ കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സും ഒപ്പം തന്നെ അതിനെ സഹായിച്ചിട്ടുള്ള മറ്റൊരു പ്രൈവറ്റ് ഷിപ്പിംഗ് കമ്പനിയാണ് എലാൻഡ് ഷിപ്പ്യാർഡ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് സാഫ് അണ്ടർ 19 ചാമ്പ്യൻഷിപ്പ് 2025 ബിഗിൻസ് ഇൻ അരുണാചൽ. സാഫ് അണ്ടർ 19 ചാമ്പ്യൻഷിപ്പ് 2025 അരുണാചൽ ആരംഭിക്കുന്നു. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദക്ഷിണേഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2025 മെയ് 9 എവിടെയാണ് നടക്കുക? അരുണാചൽ പ്രദേശ്. അപ്പോൾ സാഫ് എന്ന് പറയുമ്പോൾ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് ഇന്ന് ആരംഭിക്കുന്നത്. മെയ് 9 അരുണാചൽ പ്രദേശിലാണ് ഈ ഒരു ഫുട്ബോൾ മത്സരം ആരംഭിക്കുന്നത്. ദക്ഷിണേഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2025 എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുന്നു? 6 രാജ്യങ്ങൾ. 6 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് സാഫ്, അതായത് സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. ഇതിൽ 2 ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഒരു ഗ്രൂപ്പ് ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ 6 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. ഇത് നടക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ അരുണാചൽ പ്രദേശിലാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 12th ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് GLEX 2025. 12ാമത് ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് 2025 സ്പേസ് ആയി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് ആണിത്. 12ാമത്തെ ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആഗോള ബഹിരാകാശ പര്യവേഷണ സമ്മേളനത്തിന്റെ 12ാം പതിപ്പിന് ഏത് നഗരമാണ് ആതിഥ്യം വഹിക്കുന്നത്? ന്യൂഡൽഹി. ആഗോള ബഹിരാകാശ പര്യവേഷണ സമ്മേളനത്തിന്റെ 12ാം പതിപ്പ്, ആ ഒരു സമ്മേളനം അതിന് ആതിഥ്യം വഹിക്കുന്ന നഗരം എന്ന് പറയുമ്പോൾ അത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയാണ് ദ 12th എഡിഷൻ ഓഫ് ദി ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് ഇതിന് ആതിഥ്യം വഹിക്കുന്നത്. ഇന്ത്യയിൽ ഇത് ന്യൂഡൽഹിയിലാണ്. 2025 മെയ് 7 മുതൽ മെയ് 9 വരെ നടക്കുന്ന ആഗോള ബഹിരാകാശ പര്യവേഷണ സമ്മേളനത്തിന്റെ 12ാം പതിപ്പിന് ഏത് സംഘടനയാണ് ആതിഥ്യം വഹിക്കുന്നത്? സ്പേസ് ആയി ബന്ധപ്പെട്ട് ഏതെല്ലാം സംഘടനയാണ് ഈ 12th എഡിഷൻ ഓഫ് ദി ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസിനെ ആതിഥ്യം വഹിക്കുന്നത്? മെയ് 7 മുതൽ മെയ് 9 വരെ നടക്കുന്ന ഒരു കോൺഫറൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺഫറൻസ് ആണ്. ഏതാണ്ട് 36 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺഫറൻസ്. ഈ ഒരു കോൺഫറൻസിന് ആതിഥ്യം വഹിക്കുന്ന ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ആസ്ട്രോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ. ഇതിൽ ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷനും ISRO ആണ് പ്രധാനമായിട്ടും ഇതിനെ ഹോസ്റ്റ് ചെയ്യുന്നത്, അതായത് ആതിഥ്യം വഹിക്കുന്നത്. ASI ആസ്ട്രോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇതിനെ കോ ഹോസ്റ്റാണ്, സഹായിക്കുകയാണ് ചെയ്യുന്നത്. 2010 നടന്ന ആദ്യത്തെ ആഗോള ബഹിരാകാശ പര്യവേഷണ സമ്മേളനം എവിടെയാണ് നടന്നത്? ബീജിംഗ്, ചൈന. ദ ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് ഇത് നടന്നിട്ടുള്ളത് ആദ്യത്തേത് 2010 ആ സമയത്ത് ആ ഒരു കോൺഫറൻസ് അതിന് ആദ്യത്വം വഹിച്ച രാജ്യം എന്ന് പറയുമ്പോൾ ചൈനയിലെ ബീജിംഗിലാണ്. ഇന്നിപ്പോൾ 12ാമത്തെ ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് നടക്കുന്നത് ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ്. ഗ്ലോബൽ ബഹിരാകാശ പര്യവേഷണ സമ്മേളനത്തിന്റെ 12ാമത്തെ പതിപ്പിൽ ഇന്ത്യയിൽ നിന്ന് എത്ര സംഗ്രഹങ്ങൾ സമർപ്പിച്ചു? 822 സംഗ്രഹങ്ങൾ. ആകെ 1275 സംഗ്രഹങ്ങൾ.
ഈ ഒരു കോൺഫറൻസിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അബ്സ്ട്രാക്ട്സ് അല്ലെങ്കിൽ സംഗ്രഹങ്ങൾ, അതായത് സ്പേസ് ആയി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ ഇന്ത്യയിൽ നിന്ന് 822 ആകെ 1275 അബ്സ്ട്രാക്ട്സ്, അതായത് സംഗ്രഹങ്ങൾ, സ്പേസ് ആയി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ തെസിസ് ഇത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലാണ് ഇന്ത്യയിലെ 822. അതുകൂടാതെ തന്നെ ഇത് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ കോൺഫറൻസിൽ നല്ലൊരു ശതമാനം കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് കോൺഫറൻസ് ആണ് ദ ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ്. സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അതിനെക്കുറിച്ചുള്ള സാധ്യതകൾ അറിയുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അനൗൺസസ് റിട്ടയർമെന്റ്. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്നലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 8 ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്യാപ്റ്റന്റെ പേരെന്താണ്? രോഹിത് ശർമ്മ. മെയ് 8 ഇന്നലെ രോഹിത് ശർമ്മ പ്രഖ്യാപിച്ചെന്നാണ്. അതായത് അദ്ദേഹം ടെസ്റ്റ് മത്സരം അതിൽ നിന്ന് വിരമിക്കുന്ന കാര്യം. രോഹിത് ശർമ്മ തന്റെ കരിയറിൽ എത്ര ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്? 67 ടെസ്റ്റ് മത്സരങ്ങൾ, 4301. അതാണ് അദ്ദേഹത്തിന്റെ സ്കോർ. ആകെ 67 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 4301 റൺസ് ആണ് നേടിയിട്ടുള്ളത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യൻ ടീമിനായി രോഹിത് ശർമ്മ അരങ്ങേറ്റം കുറിച്ച വർഷം 2013. ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റ് മത്സരമായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ. അത് 2013 രോഹിത് ശർമ്മയുടെ ആദ്യ IPL ടീം ഏതാണ്? ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഡെക്കാൻ ചാർജസ്. ഇന്നിപ്പോൾ മുംബൈ ഇന്ത്യൻസിലെ താരമാണ് രോഹിത് ശർമ്മ. എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ IPL ടീം ആയിരുന്നു ഡെക്കാൻ ചാർജസ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് IMDEX ഏഷ്യ 2025 മാരിടൈം ഡിഫൻസ് സിംഗപ്പൂർ. IMDEX ഏഷ്യ 2025 മാരിടൈം ഡിഫൻസ് സിംഗപ്പൂർ. ഡിഫൻസ് ആയി ബന്ധപ്പെട്ട സിംഗപ്പൂരിൽ നടക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സിബിഷൻ ആണ് IMDEX. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. IMDEX ഏഷ്യ മാരിടൈം ഡിഫൻസ് ഷോ 2025 ഏത് രാജ്യത്താണ് നടക്കുന്നത്? സിംഗപ്പൂർ. സിംഗപ്പൂരിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സിബിഷൻ. ഇത് ഡിഫൻസ് ആയി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ ആണ് IMDEX ഏഷ്യ മാരിടൈം ഡിഫൻസ് ഷോ. സിംഗപ്പൂരിലെ ഏത് സ്ഥലത്താണ് IMDEX ഏഷ്യ മാരിടൈം ഡിഫൻസ് ഷോ 2025 സംഘടിപ്പിക്കുന്നത്? ചാങ്കി എക്സിബിഷൻ സെന്റർ. സിംഗപ്പൂരിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു എക്സിബിഷൻ സെന്റർ ആണ് ചാങ്കി എക്സിബിഷൻ സെന്റർ. ഇവിടെയാണ് സിംഗപ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന IMDEX ഏഷ്യ മാരിടൈം ഡിഫൻസ് ഷോ. 2025 മെയ് 6 ആരംഭിച്ച IMDEX ഏഷ്യ സമുദ്ര പ്രതിരോധ പ്രദർശനത്തിൽ പങ്കെടുത്ത നാവികസേന ഏതാണ്? INS കിൽട്ടാൻ. ഇന്ത്യൻ നേവിയുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വാർഷിപ്പ് ആണ് INS കിൽട്ടൺ. ഈ ഒരു കപ്പലാണ് IMDEX ഏഷ്യ മാരിടൈം ഡിഫൻസ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ളതും അതുപോലെ പങ്കെടുത്ത രാജ്യങ്ങളുമായിട്ടുള്ള ഒരു എക്സസൈസ്, ഒരു അഭ്യാസം നടത്തിയിട്ടുള്ളതും. INS കിൽട്ടൺ ആണ് ഇംഡെക്സ് ഏഷ്യ മാരിടൈം ഡിഫൻസ് ഷോയിൽ പങ്കെടുത്ത ഇന്ത്യൻ നേവിയുടെ കപ്പൽ. നമ്മളിന്ന് 22ഓളം കറണ്ട് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ട് GK ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.